ഇതിലുണ്ട് 2 പൈപ്പുണ്ട്. ഇതൊന്ന് ഇതിനകത്തേക്ക് മരുന്ന് വലിക്കുന്നതാണ്. ഇത് ഇതിനകത്തേക്ക് മരുന്ന് ബന്ധാകുമ്പോൾ റിട്ടേൺ വരാൻ വേണ്ട സംവിധാനമാണ്. ഇത് റിട്ടേണായി ഇങ്ങനെ തിരിച്ച് നമ്മുടെ ക്യാനിലേക്ക് തന്നെ തിരിച്ചു വരിക. ഇതൊന്ന് മരുന്ന് എടുക്കുന്നത്, ഒന്ന് മരുന്ന് റിട്ടേൺ വരുന്നത്. കവുങ്ങിനുള്ള ഇലപ്പുള്ളി രോഗത്തിന് മരുന്നടിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. കൃഷിക്കാരെ അപ്പോൾ ഞാൻ നമ്മുടെ വേടകത്താണ്, കുണ്ടംകുഴി പുത്തിയെടുക്കത്താണ് ഞാൻ താമസം. എൻ്റെ പേര് കൃഷ്ണൻ, പുത്തിയെടുക്കാണ്. ഞാനിത് നമ്മളെ കവുങ്ങ് ഇപ്പോൾ മൊത്തത്തിൽ നശിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. എല്ലാവർക്കും അറിയാം, കവുങ്ങ് കൃഷിയിലൊരിക്കലും അറിയുന്ന കാര്യമാണ്. അതായത് നമ്മളൊരു മഞ്ഞളിപ്പ് വന്നിട്ട് ഇലപ്പുള്ളി രോഗം എന്ന് പറഞ്ഞിട്ട് തോട്ടം മൊത്തം നശിക്കുന്ന സ്ഥിതിയാണ്. അത് വന്നിട്ട് ഒരു 4-5 കൊല്ലമായി ഈ രോഗം. അപ്പോൾ രോഗമായിട്ട് കുറേ തോട്ടം തീരെ പോയി. അങ്ങനെ വരുമ്പോൾ അടിക്കാൻ ആളെ കിട്ടാത്തൊരവസ്ഥയിൽ എൻ്റെ തോട്ടത്തിന് ഈ രോഗം വന്നു. അങ്ങനെ ഞാൻ ചെറിയ രീതിയിലാണ് ഈ മിഷൻ വെച്ച് അടിക്കാൻ വേണ്ടി തുടങ്ങിയത്. അങ്ങനെ അടിച്ചടിച്ച് അടുത്തുള്ളവരെല്ലാം വിളിക്കാൻ തുടങ്ങി. അങ്ങനെ അടിച്ചടിച്ച് ഞങ്ങൾ വ്യാപകമായിട്ട് പോയി. അതിന് ആൾക്കാർ എണ്ണം കൂട്ടി. ഇപ്പോൾ ഞങ്ങൾ 8 ആൾക്കാർ അടിക്കുന്നുണ്ട്. 4 മിഷനുണ്ട്, 8 തോട്ടിയും കാര്യമെല്ലായിട്ട് അടിച്ചിട്ട് പോകുന്നുണ്ട്. ഞങ്ങളുടെ കേരളത്തിൽ എന്ന് പറയുമ്പോൾ പക്ഷേ കണ്ണൂർ വരെ പോയി, ഇങ്ങോട്ട് മഞ്ചേശ്വരം വരെ അടിക്കുന്നുണ്ട്. അതുപോലെ പുറത്ത് കർണാടകയിൽ കുറേ തോട്ടമുണ്ട്. അതായത് പുത്തൂർ ആയാലും ചുള്ളി ആയാലും ചെമ്പേരി ആയാലും അതിലെല്ലാം ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഇതിനിപ്പോൾ അടിക്കുന്ന മരുന്ന് നമ്മുടെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് ടിൽറ്റ് അടിക്കണം എന്നാണ്. നല്ല മാറ്റമുണ്ട്, അടിച്ചെടുത്താലും നല്ല മാറ്റമുണ്ട്. അപ്പോൾ ഇതാണ് ഈ രോഗത്തിൻ്റെ അവസ്ഥ. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ എൻ്റെ നമ്പർ അതിൽ ഉണ്ടാവും. നിങ്ങൾ വിളിച്ചാൽ ഞങ്ങൾ അവിടെ വന്നിട്ട് അടിച്ചു തരുന്നതായിരിക്കും. സാധാരണ ഒരുവിധം ഒപ്പിച്ചടിക്കുന്നതായിരിക്കും റേറ്റ്. ഇത് ഏത് മരുന്ന് നമ്മൾ അടിക്കുന്ന മരുന്ന്? ഇത് ടിൽറ്റ്. അത് എത്ര മില്ലി വേണം? അത് 200 ലിറ്റർ വെള്ളത്തിലേക്ക് 200 മില്ലി മരുന്ന്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ കുറച്ച് ജാസ്തി പിടിക്കും, 230 വരെ പിടിക്കും. അതുകൊണ്ട് 250 മില്ലി കൂട്ടുമായിരുന്നു. എന്നിട്ട് ഡ്രമ്മ ഫുള്ള് വെള്ളം കൂട്ടും. അപ്പോൾ 200 ലിറ്റർ വെള്ളത്തിന് 200 മില്ലി മരുന്ന് മതി ശരിക്കും പറഞ്ഞാൽ. ശരിക്കും അത്ര മതി. 200ന്റെ അളവ് ശരിക്കും പറഞ്ഞാൽ ഇതാണ്. മറക്കടി എല്ലാം അതല്ല കുറച്ച് ഇതന്നെ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ജാസ്തി കിട്ടും. അപ്പോൾ ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരേ സമയം 2 ആൾക്ക് അടിക്കാം. ഇതൊന്ന് 2 ഒരേ സമയം ഈ മോട്ടറിൽ 2 ആക്കാന്ന് മരുന്ന് അടിക്കുന്നത്. അതിന് അടുത്തേക്ക് നമുക്ക് മരുന്ന് അടിക്കുന്നത് കാണാം. ഇതിൻ്റെ മരുന്ന് സാധനം അല്ലേ? പൊക്കുന്ന സിസ്റ്റം ഒന്ന് കാണിക്കുമോ? ഇതാണ്, നോക്കിക്കോ. ഇതാണ് ഇതിന്. ഓരോന്നും പൊങ്ങി പോകും. എത്ര മീറ്റർ വരെ പോകും ഇത്? 60 അടി വരെ ഇത് പോകുന്ന ഇവർ പറയുന്നുള്ളത്. 60 അടി ഹൈറ്റിൽ വരെ ഈ തോട്ടി വെച്ചിട്ട് അടിക്കാം. അതാണ് ചെയ്യുന്നില്ലതാ. അല്ല, ഇങ്ങനെ പോകുന്നുണ്ടതാ. ടിൽറ്റ് ഒരു കുമിൾനാശിനിയാണ്. ഇത് ചെടികളെ സംരക്ഷിക്കുന്നു, കുമിൾ രോഗങ്ങൾ തടയുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ടിൽറ്റിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് വെച്ചാൽ പെർപ്പിക്കൻഡാസോളാണ്. ഇത് കുമിളുകളെ നശിപ്പിക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ പ്രധാനമായി അറിയേണ്ട ഒരു കാര്യം വെച്ചാൽ തേനീച്ചകളുള്ള പ്രദേശങ്ങളിൽ ടിൽറ്റ് അടിക്കുകയാണെങ്കിൽ തേനീച്ചകൾക്ക് വംശനാശം സംഭവിക്കും. അതുകൊണ്ട് വൈകുന്നേരങ്ങളിൽ അടിക്കുകയാണെങ്കിൽ തേനീച്ചകൾക്ക് നാശം സംഭവിക്കാതെ നമുക്ക് സംരക്ഷിക്കാം. ഇന്നത്തെ കാലത്ത് അടക്കയ്ക്ക് നല്ല വിലയുള്ളതുകൊണ്ട് കവുങ്ങുകളെ സംരക്ഷിക്കേണ്ടത് ഓരോ കർഷകൻ്റെയും ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ആവശ്യക്കാർ ഇവരെ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.